വിശദമായ വാർത്തകളിലേക്ക്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ സമഗ്ര വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ധാരണയുണ്ടാക്കിയുള്ള പ്രവേശനം ഇനി മുതൽ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നീറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമ്പോൾ ഫീസ് അടക്കമുള്ള കാര്യങ്ങളിലെ അവ്യക്തത നീക്കാൻ ചേർന്ന സർവകക്ഷി യോഗത്തിലായിരുന്നു തീരുമാനം. കോൺഗ്രസും ലീഗും ഒഴികെയുള്ള പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ ഫീസ് ഘടന അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടന്നില്ല. സാമൂഹിക നീതി ഉറപ്പാക്കുന്ന തരത്തിലാകണം പ്രവേശനമെന്ന് CPM-ഉം നീറ്റ് മെറിറ്റ് പാലിക്കണമെന്ന് BJP-യും ആവശ്യപ്പെട്ടു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ BJP-യെ പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കി വെള്ളാപ്പള്ളി നടേശൻ. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയത് മുന്നണിയിൽ ആലോചിക്കാതെയാണ്. BJP സ്ഥാനാർത്ഥി ദുർബലനായാൽ കോലീബി സഖ്യത്തിന് സാധ്യതയുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭാവിയിൽ ഏത് മുന്നണിയുമായും സഹകരിക്കാമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. വെള്ളാപ്പള്ളി BJP-ക്കെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷാ വിളിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് BJP-ക്കെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി രംഗത്തെത്തിയത്. BDJs ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളോട് ആലോചിക്കാതെയാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകേണ്ട കാര്യവുമില്ലെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി. അഭിമാനത്തോട് അന്തസ്സോട് കൂടി പറയാമോ, ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ ഇവർക്ക് ഒറ്റയ്ക്ക് നയിക്കാൻ കേരളത്തിൽ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇനിയും സാധിക്കുമോ? ഘടകകക്ഷികളെ ഒതുക്കി ആ പാർട്ടികളെ തന്നെ ഇല്ലാതാക്കാനാണ് BJP-യുടെ ശ്രമമെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. BDJs ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവഗണിച്ച് അവരെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് അണികളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ നേതാക്കൾ ആ പാർട്ടി ഇല്ലാതാക്കാനുള്ള വലിയ ഒരു അടവ് നയമാണ് ഇവിടുത്തെ എടുക്കുന്നത്. അതുകൊണ്ട് ഇവർ എവിടെ എത്താനാണ്? ഞാൻ ചോദിക്കട്ടെ, ഇവർ സവർണ അജണ്ടയും കൊണ്ട് നടന്നാൽ കേരളത്തിൽ പച്ചപിടിക്കുമോ? ഇവിടെ സവർണർ എത്ര ശതമാനമുണ്ട്? ഇവർക്ക് ബുദ്ധി തലയിലുണ്ടോ? BDJs-ഉമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു. കോയമ്പത്തൂരിലെ RSS അഖിലേന്ത്യാ സമ്മേളന വേദിയിൽ വെച്ച് അമിത്ഷായുമായി തുഷാർ വെള്ളാപ്പള്ളി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വെള്ളാപ്പള്ളിക്കെതിരെ പരോക്ഷ വിമർശനവുമായി BJP നേതൃത്വം. വെള്ളാപ്പള്ളി ഉത്തരം താങ്ങുന്ന പല്ലിയെന്ന BJP വക്താവ് രഘുനാഥിന്റെ വിമർശനം. സമുദായ നേതാക്കൾ അതിരുവിടുന്നുവെന്നും രഘുനാഥിന്റെ FB പോസ്റ്റ്. വിവരങ്ങളുമായി കുട്ടൻ ചേരുന്നു. കുട്ടൻ, വിവരങ്ങൾ. വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായാണ് ഇപ്പോൾ BJP നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന വക്താവ് രഘുനാഥാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ സമുദായ നേതാക്കൾ അതിരുവിടാൻ പാടില്ല എന്നും വെള്ളാപ്പള്ളിയുടെ തണലിലല്ല കേരളത്തിലെ BJP വളർന്നത് ഉൾപ്പെടെയുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് രഘുനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തുള്ളത്. ഇന്ന് രാവിലെ വെള്ളാപ്പള്ളി നടേശൻ BJP-യുമായുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന് BJP-ക്കുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വലിയ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് BJP സംസ്ഥാന വക്താവിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. രശ്മി, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് BJP കോൺഗ്രസ് രഹസ്യധാരണയെന്ന വൈക്കം വിശ്വൻ. മലപ്പുറം LDF-ന് ബാലികാറാമലയല്ലെന്നും മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഭരണ നേട്ടങ്ങളുടെ വിലയിരുത്തലാകുമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. LDF യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം. LDF യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെയാണ് വൈക്കം വിശ്വൻ കോൺഗ്രസും BJP-ക്കുമെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയത്. BJP-യും കോൺഗ്രസും തമ്മിൽ മലപ്പുറത്ത് രഹസ്യധാരണ ഉണ്ടാക്കിയാണ് മത്സരിക്കുന്നതെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. മലപ്പുറത്ത് മുമ്പും പല അട്ടിമറികൾ നടന്നിട്ടുണ്ടെന്നും മണ്ഡലം LDF-ന് ബാലികേറാമലയല്ലെന്നും LDF കൺവീനർ വൈക്കം വിശ്വൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പഴയ കോലീബി സഖ്യം പുതിയ രീതിയിൽ അവിടെ ആവിഷ്കരിക്കും. അതിൻ്റെ സംവിധായകർ തന്നെ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറാണ്. അത് കണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവും. സംസ്ഥാന സർക്കാരിൻ്റെ ഇതുവരെയുള്ള ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കും. ജനങ്ങൾ അവയ്ക്കൊപ്പം നിൽക്കുമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ LDF യോഗം ചർച്ച ചെയ്തു. പാർലമെന്റ് മണ്ഡലത്തെ 62 മേഖലകളായി തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകും. MLA-മാർ അടക്കമുള്ള നേതാക്കൾക്ക് പഞ്ചായത്തുകളുടെ ചുമതല നൽകും. തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ വിജയിപ്പിക്കാനും നേതാക്കളുടെ പര്യടന പരിപാടികൾ നിശ്ചയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മലബാർ ദേവസ്വത്തിൽ ഒരംഗം NCPക്ക് നൽകാനും LDF യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസൽ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി. EMS-ന്റെ പെരിന്തൽമണ്ണ ഏലംകുളം മനയിൽ നിന്നാണ് ഫൈസൽ പര്യടനം ആരംഭിച്ചത്.
നവോത്ഥാന ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സഖാവ് EMSന്റെ ജന്മഗേഹത്തിൽ നിന്നാണ് MP ഫൈസൽ പര്യടനം ആരംഭിച്ചത്. രാവിലെ 8 മണിയോടെ ഏലംകുളത്തെത്തിയ ഫൈസൽ EMSന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി വോട്ടഭ്യർത്ഥിച്ചു. രാഷ്ട്രീയ യുദ്ധത്തിന്റെ ചൂടിലേക്ക് മണ്ഡലം ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആവേശമായ ഏലംകുളം മന ഏറെ പ്രചോദനം നൽകുന്നുണ്ടെന്ന് ഫൈസൽ പറഞ്ഞു. സാമൂഹ്യ മാറ്റങ്ങളുടെ പ്രഭവ കേന്ദ്രം. ഇന്ന് പെരുന്തൽമണ്ണ മങ്കടമണ്ഡലത്തിലെ പര്യടനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ ഏലംകുളം EMSന്റെ മനയിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നവകേരളത്തിൻ്റെ ശില്പി എന്നുള്ള നിലയ്ക്ക് EMSന്റെ ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയുടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തികളെയും വോട്ടർമാരെയും നേരിട്ട് കണ്ടു. ഇടതിന് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണിത്. PK കുഞ്ഞാലിക്കുട്ടി എന്ന അതികായനെ വീഴ്ത്താനുള്ള തന്ത്രങ്ങളിലാണ് ഇടതുമുന്നണി. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ ചരിത്രം തന്നെയാണ് ഈ യുവനേതാവിന്റെ പ്രതീക്ഷയും. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം KT സാലിഹ്, മലപ്പുറം. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കളക്ടർ അമിത് മീണയ്ക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് PK കുഞ്ഞാലിക്കുട്ടി വരണാധികാരിയായ മലപ്പുറം ജില്ലാ കളക്ടർ മുമ്പാകെ എത്തിയത്. മൺമറഞ്ഞ ലീഗ് നേതാക്കളായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പൂക്കോയത്തങ്ങൾ എന്നിവരുടെ ഖബറിടത്തിലെത്തി പ്രാർത്ഥനയും നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ്, ജില്ലാ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, DCC പ്രസിഡന്റ് VV പ്രകാശ് എന്നിവരും കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരുന്നു. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. എല്ലാ UDF നേതാക്കളുടെയും സാന്നിധ്യത്തിൽ കഴിഞ്ഞു. ഇവിടെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ഒരു ഐക്യവും അതുപോലെ തന്നെ ജനാധിപത്യ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും UDFന്റെ. അത്രേ ഇപ്പൊ പറയാനുള്ളൂ. അതൊക്കെ നമ്മൾ വന്നിട്ട് ഭൂരിപക്ഷത്തിന് മോശമൊന്നും ഉണ്ടാവില്ല. അത്ര പറഞ്ഞു. ഓക്കെ. കുഞ്ഞാലിക്കുട്ടിയുടെ കൈവശമുള്ളത് 1 ലക്ഷം രൂപ. ബാങ്ക് നിക്ഷേപമായി 70,69,989 രൂപയും. ഭാര്യയുടെ കൈവശം 1,40,000 രൂപയും ബാങ്ക് നിക്ഷേപമായി 2,42,79,587 രൂപയുമുണ്ട്. സ്വത്തുവകയിൽ രണ്ടുപേർക്കുമായുള്ളത് 2,21,00,000 വസ്തുക്കൾ. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് സംബന്ധിച്ച വിശദാംശമുള്ളത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വാർത്തകൾ തുടരുന്നു. കാവിപ്പടയുടെ പരീക്ഷണശാലയായി കേരളം മാറാത്തതിലുള്ള അരിശമാണ് CPM-നെതിരായ പ്രമേയത്തിലൂടെ RSS ദേശീയ പ്രതിനിധി സഭ പ്രകടിപ്പിച്ചിരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൊലയാളികൾ തന്നെ അക്രമവിരുദ്ധ സുഭാഷിതം നടത്തുന്നത് കാപട്യമാണ്. RSS കേന്ദ്ര നേതൃത്വം കേരളത്തിലെ RSS നേതൃത്വത്തോട് കൊലക്കത്തെ താഴെവയ്ക്കാൻ നിർദ്ദേശിക്കുകയാണ് വേണ്ടതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഇനി താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ഇറോം ശർമിള. അനീതിക്കെതിരായ പോരാട്ടത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പിന്തുണ പ്രഖ്യാപിച്ചതായും ഇറോം ശർമിള അറിയിച്ചു. തിരുവനന്തപുരത്ത് പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. മണിപ്പൂരിലെ ഉരുക്കു വനിത ഇറോം ശർമിള AKG സെന്ററിലെത്തിയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയത്. മണിപ്പൂരിലെ വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷം സെക്രട്ടേറിയറ്റിലെത്തിയ ഇറോം ശർമിള മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ചർച്ച നടത്തി. ശേഷം പത്രപ്രവർത്തക യൂണിയൻ കേസരി ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലേക്ക്. മണിപ്പൂരിൽ തനിക്ക് തോൽവി സമ്മാനിച്ച ജനങ്ങളോട് പരാതിയില്ലെന്ന് പറഞ്ഞ ഇറോം ശർമിള അനീതിക്കെതിരെയുള്ള തന്റെ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. രാഷ്ട്രീയത്തിലേക്ക് ഇനിയില്ല എന്ന കാര്യവും ശർമിള തുറന്നു പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും ഇറോം ശർമിള പ്രതികരിച്ചു. പണവും കായിക ബലവും ജനങ്ങൾക്ക് മേൽ പ്രയോഗിച്ചാണ് മണിപ്പൂരിൽ BJP അധികാരത്തിലെത്തിയതെന്നും ഇറോം ശർമിള പ്രതികരിച്ചു. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനുമായും ഇറോം ശർമിള കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തലസ്ഥാനത്ത് നിന്ന് മടങ്ങിയത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോളേജ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് നടപടി. തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് കൃഷ്ണദാസിനെ കസ്റ്റഡിയിലെടുത്തത്. P. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി പോലീസിനോട് ആരാഞ്ഞു. കൃഷ്ണദാസിന്റെ മേൽ തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ എന്തിനാണ് പിന്നീട് ചേർത്തതെന്ന് കോടതി ചോദിച്ചു. കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും.
പാലക്കാട് ലക്കിടി ജവഹർ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൌക്കത്ത് അലിയെ മർദ്ദിച്ച കേസിലാണ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസ് അടക്കം 5 പേർ അറസ്റ്റിലായത്. ലക്കിടി കോളേജ് PRO വത്സലകുമാർ, നിയമോപദേശക സുചിത്ര, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുകുമാരൻ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരെയാണ് തൃശൂർ റൂറൽ SP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോളേജിലെ പണപ്പിരിവിനെതിരെ പരാതി നൽകിയതിന് നെഹ്റു കോളേജിലെ ഇടിമുറിയിലെത്തിച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി. കൃഷ്ണദാസാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയതെന്നും പോലീസ് അറിയിച്ചു. ഇപ്പം വകുപ്പ് ഇട്ടിരിക്കുന്ന 341 ഉണ്ട്, 365 ഉണ്ട്. 365 കിഡ്നാപ്പിംഗ് കൊണ്ടുവന്ന് ലക്കടി കോളേജിൽ നിന്ന് പാമ്പാടി കോളേജിൽ കൊണ്ടുവന്നത്. പിന്നെ അവിടെ 384 മനഃപൂർവ്വം എഴുതി ഏടിപ്പിച്ച് 380, 341, 365, 342 അന്യായ തടങ്കൽ. പാലക്കാട് വാണിയംകുളം PK ദാസ് മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നാണ് കൃഷ്ണദാസിനെ പിടികൂടിയത്. ഇതേ കേസിൽ കൃഷ്ണദാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. കേസ് ഡയറി ആവശ്യപ്പെട്ട കോടതി അപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. മുമ്പ് ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൃഷ്ണദാസിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാമ്പാടി നെഹ്റു കോളേജിൽ മരിച്ച ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയും അച്ഛൻ അശോകനും ഈ മാസം 27 മുതൽ അനിശ്ചിതകാല നിരാഹാരം നടത്തും. തിരുവനന്തപുരത്ത് DGP ഓഫീസിന് മുന്നിലാണ് നിരാഹാരം ആരംഭിക്കുന്നത്. കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിരാഹാരം തുടങ്ങുന്നത്. കുടുംബാംഗങ്ങളും നാട്ടുകാരും നിരാഹാര സമരത്തിൽ പങ്കെടുക്കും. വാർത്തകളിലേക്ക്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് KK ദിനേശൻ കമ്മിറ്റിക്ക് മുൻപാകെ കൂടുതൽ വിദ്യാർത്ഥി സംഘടനകൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. കൊച്ചിയിലെ സിറ്റിംഗിലാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പരാതികളും നിർദ്ദേശങ്ങളും കമ്മിറ്റി സ്വീകരിച്ചത്. കമ്മിറ്റി നേരത്തെ തിരുവനന്തപുരത്ത് സിറ്റിംഗ് നടത്തിയിരുന്നു. പുതിയ നിയമം നിർമ്മിക്കുന്നതിന് മുന്നോടിയായാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചത്. ജസ്റ്റിസ് KK ദിനേശൻ അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റി കൊച്ചിയിൽ സിറ്റിംഗ് നടത്തി. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഉൾപ്പെടെ വിവിധ സംഘടനകൾ കമ്മിറ്റിക്ക് മുമ്പാകെ നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. സ്വാശ്രയ കോളേജുകളിലെ പ്രവേശനം 100% മെറിറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം എന്നതാണ് പ്രധാന നിർദ്ദേശം. കോളേജിലെ സംഘടനാ സ്വാതന്ത്ര്യം, ഇന്റേണൽ മാർക്ക്, ഹാജർ തുടങ്ങി വിവിധ നിർദ്ദേശങ്ങൾ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സെക്രട്ടറി M. ഷാജിർ ഖാൻ. എന്തെല്ലാം പീഡനങ്ങൾ നടന്നാലും, എന്തെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാലും അതിനെ ചോദ്യം ചെയ്യാനോ അങ്ങനെ ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ നടപടി എടുക്കുവാനോ സർവകലാശാലകൾ തയ്യാറാകുന്നില്ല. അപ്പോൾ കമ്മീഷൻ ചോദിക്കുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ച് എന്തുകൊണ്ട് സർവകലാശാലകൾക്ക് നടപടി എടുത്തുകൂടാ? കമ്മിറ്റി നേരത്തെ തിരുവനന്തപുരത്ത് നടത്തിയ സിറ്റിംഗിൽ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. പരാതികളും നിർദ്ദേശങ്ങളും കേട്ട ശേഷം 4 മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ടയിൽ KSU സംഘടനാ തെരഞ്ഞെടുപ്പിനിടയിൽ AI ഗ്രൂപ്പ് സംഘർഷം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരവധി മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. KPCC അംഗം ജയവർമ്മയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. വയനാടിനോട് ചേർന്ന മുതുമല വനമേഖലകളിൽ കൊടും വരൾച്ചയെ അതിജീവിക്കാനാകാതെ ചത്തൊടുങ്ങുകയാണ് വന്യജീവികൾ. 2 മാസത്തിനിടെ 4 കാട്ടാനകളാണ് വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ചേരുന്നത്. വരൾച്ച രൂക്ഷമായ കർണാടകയിലെ ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നിവിടങ്ങൾ വന്യമൃഗങ്ങളുടെ ശവപ്പറമ്പാവുകയാണ്. മുതുമല കടുവാ സങ്കേതത്തിന്റെ പരിധിയിലുള്ള മസനഗുഡിയിൽ 5 മാസം പ്രായമുള്ള ആനക്കുട്ടിയും തെപ്പക്കാട്ടിൽ 55 വയസ്സ് പ്രായമുള്ള പിടിയാനയുമാണ് ഒടുവിൽ ചെരിഞ്ഞത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നീലഗിരി വനമേഖലകളിലും വരൾച്ച രൂക്ഷമാണ്. ഇത്തവണ മേഖലയിൽ മഴ കുറഞ്ഞതോടെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ മായാർപ്പുഴയും മറ്റും നേരത്തെ വറ്റിവരണ്ടു. ജലസ്രോതസ്സുകളിലെ നിരപ്പ് അസാധാരണമാം വിധം താഴ്ന്നു. കാടുണങ്ങുമ്പോൾ ബന്ദിപ്പൂരിലെ ആനകൾ മുതുമലയിലേക്ക് ഭക്ഷണം തേടിപ്പോകുന്നത് പതിവാണ്. ഇങ്ങനെ എത്തുന്ന ആനകളാണ് ചെരിയുന്നത്. സ്വാഭാവിക വനശോഷണവും മുളങ്കാടുകളുടെ നാശത്തിനുമെല്ലാം പുറമെ ഇത്തവണത്തെ കടുത്ത വേനൽ ഇവിടങ്ങളിലെ ആനകളുടെ ആവാസ വ്യവസ്ഥകളെ പ്രതികൂലമായി ബാധിച്ചു. വയനാടൻ കാടുകളിൽ അല്പം ആശ്വാസമായി വേനൽ മഴ ലഭിച്ചുവെങ്കിലും അതിർത്തിക്കപ്പുറം കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ഇതിനിടെ രോഗം ബാധിച്ചും കടുവയുടെ ആക്രമണത്താലും 3 ആനകൾ കൂടി മേഖലയിൽ ചെരിഞ്ഞു. ഇതോടെ 2 മാസത്തിനിടെ ഇവിടെ ചെരിഞ്ഞ ആനകളുടെ എണ്ണം 7 ആയി. ന്യൂസ് ബ്യൂറോ, വയനാട്.